നമസ്കാരം, സ്വാഗതം. വാർത്തകൾ സമഗ്രമായി നോക്കാം. ഫസ്റ്റ് റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. നടിയെ പീഡിപ്പിച്ച കേസിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം. മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളി. SITക്കെതിരെ പരാതിക്കാരി. ആണെങ്കിലും വളരെ മൈൻഡിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിലൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പേ ലീക്ക് ആയതിൽ എനിക്ക് SITയോട് എനിക്ക് നല്ല രീതിയിൽ ഐ എം വെരി മച്ച് അൺസാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. സോ അതുകൊണ്ട് ഞാൻ DGPക്ക് ഫയൽ ചെയ്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്. ഇപ്പോൾ പ്രതിയുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് എവിഡൻസുകളെല്ലാം നശിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ടൈം കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊരു ഫാക്ടറാണ്. പീഡനക്കേസിൽ മുകേഷ് MLAയെ ചോദ്യം ചെയ്യുന്നു. പൂരം കലക്കലിൽ വിശദാന്വേഷണത്തിന് DGPയുടെ ശുപാർശ. തുടർ നടപടി വേണമെന്ന ആവശ്യം. പൂരത്തിന് നിയന്ത്രണങ്ങൾ നിർദ്ദേശിച്ചത് അജിത് കുമാർ എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ADGPക്കെതിരെ ആരോപണം കടുപ്പിച്ച് ജനയുഗം. MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ തുടരുന്നു. മകൾ ആശയെ അനുനയിപ്പിക്കാൻ നീക്കം. താനും സഹോദരിയും ആവശ്യമായ രേഖകൾ നൽകിയിട്ടുണ്ടെന്ന മകൻ സജീവൻ. പഠനത്തിന് നൽകാൻ തടസ്സങ്ങളില്ലെന്ന് വിദഗ്ധർ. മധ്യകേരളത്തിലെ ട്രെയിനുകളിലെ അപകട യാത്ര തുടരുന്നു. തിരക്ക് മൂലം യാത്രക്കാർ കുഴഞ്ഞു വീണ വേണാട് എക്സ്പ്രസിൽ ഇന്നും ആളുകളെ കുത്തിനിറച്ച് യാത്ര. ആവശ്യങ്ങളോട് മുഖം തിരിച്ച് റെയിൽവേ. ആൾക്കാർക്ക് ദേഹാസ്വസ്ഥ ഒരുപാടുണ്ടായി. 2 സ്ത്രീകളൊക്കെ ഇന്നലെ കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ വളരെയധികം നമ്മൾ കഷ്ടതകൾ അനുഭവിച്ചാണ് ഈ ജോലിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. 2 വലിയ ലേഡീസ് ഉണ്ടായിരുന്നു. റീസെൻ്റ്ലി ആ വലിയ ലേഡീസ്, ബാക്കിലുള്ള ലേഡീസ് അതങ്ങ് അവർ കട്ട് ഷോട്ട് ചെയ്തു. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ബലാത്സംഗ കേസിൽ സിദ്ദിഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം. ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസിന് അറസ്റ്റിന് നിർദ്ദേശം നൽകി. സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കും മുൻപ് അറസ്റ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പോലീസിന്റെ നീക്കം. ഹരിമോഹനും സിജോ വി ജോണും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം ഹരിയിലേക്കാണ്. ഹരി, ഹൈക്കോടതി ഇന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിന് പിന്നാലെയാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. അതായത് SITയുടെ വാദപ്രകാരം ആവശ്യത്തിന് തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതുവരെ കാത്തിരിക്കേണ്ട, ഉടൻ തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാമെന്നുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് SIT. തീർച്ചയായിട്ടും ജിൽസി, അങ്ങനെ തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ ഒരു യോഗം ചേർന്നിരുന്നു. അതായത് ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം ചേർന്നിരുന്നു. ക്രൈംബ്രാഞ്ച് മേധാവി, ക്രൈംബ്രാഞ്ച് ADGP ആയിട്ടുള്ള H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് അറസ്റ്റിന് ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എത്രയും വേഗത്തിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം കൊച്ചി പോലീസിനും നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുകൂടിയാണ് അവർ പറയുന്നത്. കാരണം കേസ് രജിസ്റ്റർ ചെയ്തത് ഇവിടെയാണെങ്കിൽ പോലും, തിരുവനന്തപുരത്താണെങ്കിൽ പോലും, കൊച്ചി പോലീസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഇങ്ങോട്ടേക്ക് കൈമാറാൻ, അതായത് തിരുവനന്തപുരത്തേക്ക് കൈമാറാൻ മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും തന്നെയില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയില്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക് കടന്നിരിക്കുന്നത്. കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്ക് കടന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഒരു വിധി വന്ന ശേഷം അതിവേഗത്തിൽ തന്നെ ഇതിന്റെ വിവരങ്ങൾ സർക്കാർ അഭിഭാഷകനിൽ നിന്നും തേടിയ ശേഷം എത്രയും വേഗത്തിലാണ് അറസ്റ്റിലേക്കുള്ള നിർദ്ദേശം നൽകിയത്. അതല്ല എന്നുണ്ടെങ്കിൽ, അറസ്റ്റ് എത്രയും പെട്ടെന്ന് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സമയപരിധിക്കുള്ളിൽ സിദ്ദിഖിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയും. അങ്ങനെ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കോടതി അത് ഇന്ന് തീരുമാനമെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് കുറച്ച് സമയം, കുറച്ച് ദിവസങ്ങളെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ വൈകാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, സുപ്രീം കോടതി ഏതെങ്കിലും കാരണവശാൽ മുൻകൂർ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം അന്വേഷണ സംഘത്തിന് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് അന്വേഷണ സംഘത്തെ കൊണ്ടെത്തിക്കും. കാരണം ഇത്രയധികം സൗകര്യം ലഭിച്ചിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ രീതിയിലുള്ള ആക്ഷേപം അന്വേഷണ സംഘത്തിന് കേൾക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് എത്രയും വേഗത്തിൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും തുടർന്നുള്ള നിർദ്ദേശത്തിലേക്കും കടന്നിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമെങ്കിൽ അവർ കൊച്ചിയിലേക്ക് പോകുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം റേഞ്ച് DIG
ജി ആയിട്ടുള്ള അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അജിത ബീഗം ഹരി, ഈ സിദ്ദിഖിന്റെ കേസിനെ പറ്റി പറയുമ്പോൾ മുകേഷിന്റെ കേസിലും സമാനമായ വകുപ്പുകൾ തന്നെ ചുമത്തിയായിരുന്നു മുകേഷിനെതിരെയും കേസെടുത്തിരുന്നത്. പക്ഷേ മുകേഷിന് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുകയും എന്നാൽ സിദ്ദിഖിന് അത് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതായത് സിദ്ദിഖിനെതിരെയുള്ള തെളിവുകൾ അത് കൂടുതൽ ശക്തമാണെന്ന് വേണമോ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാവകാശം സിദ്ദിഖിന് കിട്ടിയേക്കില്ല അല്ലേ? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബലാത്സംഗ കേസുകളിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നൽകിയ പരാതികളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവുകൾ വന്നിരിക്കുന്നത് സിദ്ദിഖിന്റെ കേസിൽ മാത്രമാണ്. മുകേഷിന്റെ കേസിൽ അത്രത്തോളം ശക്തമായ തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. നിലവിൽ അന്വേഷണ സംഘത്തിന്റെ പക്കൽ അല്ലെങ്കിൽ ആ തെളിവുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സിദ്ദിഖിനെതിരായിട്ടുള്ള കേസിൽ ഈ നടി പറഞ്ഞിരിക്കുന്ന മൊഴി, നടി നൽകിയിരിക്കുന്ന മൊഴിയിലും നടി നൽകിയിരിക്കുന്ന പരാതിയിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായി സൂചിപ്പിക്കേണ്ടത് ഇതിന്റെ തുടക്കം മുതൽക്ക്, അതായത് ആ സംഭവം നടന്നുവെന്ന് നടി പരാതിയിൽ പറയുന്ന ഈ ദിവസത്തിന്റെ തുടക്കം മുതൽക്ക് ഇങ്ങോട്ട് സംഭവിച്ച കാര്യങ്ങളിൽ നടി പറഞ്ഞിരിക്കുന്നതിൽ ഒരു കൃത്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഒന്നാമത്തേത് ഈ തിരുവനന്തപുരത്തെ നിള തിയേറ്ററിൽ വെച്ചുകൊണ്ട് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ സിദ്ദിഖും നടിയും നടിയുടെ അമ്മയും ചേർന്ന് കണ്ടു. ഇവർ 3 പേരും അവിടെ വെച്ച് സംസാരിച്ചു. അത് സാധൂകരിക്കുന്ന സാക്ഷിമൊഴികൾ ആ സിനിമയുടെ സംവിധായകന്റെയും നിർമ്മാതാക്കളുടെയും മറ്റ് അണിയറ പ്രവർത്തകരുടെയും നടിയുടെ അമ്മയുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ട് സിദ്ദിഖ് താൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിലേക്ക് പോയി. അവിടെ 1-ാം നിലയിലെ 101D എന്ന മുറിയിലാണ് സിദ്ദിഖ് താമസിച്ചിരുന്നത്. അവിടെ എത്തിയ ശേഷം ഈ നടിയെ ഫോണിൽ വിളിക്കുന്നു. സിനിമയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. അങ്ങോട്ടേക്ക് നടി ചെന്നെത്തുകയാണ്. അപ്പൊ കൂടെ അമ്മയും ഉണ്ടായിരുന്നു, സഹോദരനും ഉണ്ടായിരുന്നു. ഇവർ ഹോട്ടലിലെത്തി ഇവർ മടങ്ങുകയാണ് ചെയ്യുക. സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയായതുകൊണ്ട് തന്നെ അവർ പിന്നീട് അവിടെ നിന്നതുമില്ല. അപ്പോൾ നടി അവിടെ എത്തുകയും അവിടെ സന്ദർശക രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പിട്ട് അവിടെ സിദ്ദിഖിന്റെ 101D എന്ന് പറയുന്ന മുറിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം അന്വേഷിച്ചപ്പോഴാണ് ഈ സിദ്ദിഖിന് അവിടെ മുറി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പു വന്നത്. അതായത് 28-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നതെന്ന് എന്നാണ് പരാതിയിൽ പറയുന്നത്. 27-ാം തീയതി രാത്രി 12 മണി മുതൽ 28-ാം തീയതി വൈകിട്ട് 5 മണി വരെ സിദ്ദിഖ് അവിടെ താമസിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഹോട്ടൽ അധികൃതരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല താൻ അവിടെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാവുകയും ആ ബലാത്സംഗത്തിന് ശേഷം സിദ്ദിഖ് തന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് വിരുദ്ധാഹാരം കഴിച്ചു എന്നുമാണ് നടിയുടെ മൊഴിയിൽ പറയുന്നത്. ആ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ചോറും മീൻകറിയും തൈരുമാണ് എന്നുള്ളത് കൂടി പറയുന്നു. ആ അതേ ഭക്ഷണം തന്നെ, അതേ മെനു തന്നെ സിദ്ദിഖ് കഴിച്ചു എന്നുള്ളതിന്റെ ഹോട്ടൽ ബില്ലുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ആ മുറിക്കകത്ത് വെച്ചുകൊണ്ട് സിദ്ദിഖ് കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യം പോലും നടിക്ക് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം നടി അവിടെ നിന്ന് തിരികെ പോയി തനിക്ക് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാവുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ കൊച്ചിയിലെ 2 സൈക്കാട്രിസ്റ്റുകളുടെ സഹായം തേടിയെന്നും നടിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. ഒന്ന് കൊച്ചി മനസ്സിലാക്കാൻ കഴിയുന്നത് നടി വളരെ കൃത്യതയുള്ള മൊഴികൾ നൽകുകയും അതിനെ സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു സിദ്ദിഖിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള കാര്യം ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് സിദ്ദിഖിന് മുന്നിലുള്ള വഴി. പക്ഷേ അതിനു മുൻപേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്ന് കൂടി മനസ്സിലാക്കുകയാണ്. സിജോ വി ജോൺ കൂടി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് വെച്ചാൽ അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവി നൽകിയിരിക്കുന്നു എന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നുണ്ടോ? സിദ്ദിഖ് എവിടെയാണെന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു സ്ഥിരീകരണം പോലീസിന് ഇപ്പോഴില്ല. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സിദ്ദിഖിന്റെ 2 വീട്ടിലും ഇത് സംബന്ധിച്ച പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു. അദ്ദേഹത്തിന്റെ ആലുവയിലുള്ള വീട്ടിൽ പോലീസ് രാവിലെ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ സിദ്ദിഖ് അവിടെയില്ല. നമ്മൾ പടമുകളിലുള്ള വീട്ടിലും എത്തിയിരുന്നു, അവിടെയും ആളുകളില്ല. അപ്പോൾ സിദ്ദിഖ് ഈ 2 വീട്ടുകളിൽ നിന്നും മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന സാഹചര്യം. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഇതിന്റെ വിധിയുടെ പകർപ്പിന് വേണ്ടി അഭിഭാഷകരും വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിന്റെ ഒരു അപ്പീൽ സാധ്യത അല്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട്. ആ ഒരു നടപടികളിലേക്ക് സിദ്ദിഖ് കടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിദ്ദിഖിനെ നമ്മൾ ഈ വിധി വന്നതിന് പിന്നാലെ തന്നെ ഫോണിൽ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഫോൺ ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ്. എന്തായാലും പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സിദ്ദിഖ് എവിടെയാണെന്നുള്ള സംബന്ധിച്ച പോലീസും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിദ്ദിഖ് സജീവമായിരുന്നു. നമ്മൾ കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുകളിലൊക്കെ സിദ്ദിഖിന്റെ സാന്നിധ്യം കണ്ടതാണ്. ഇന്നലെ വൈകിട്ട് സിദ്ദിഖ് പടമുകളിലുള്ള വീട്ടിലെത്തിയിരുന്നു. അതിനുശേഷം അവിടുന്ന് മടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ വീട്ടിലുള്ള ആളുകൾ ആരും പുറത്ത് വന്ന് സിദ്ദിഖ് എവിടെയുണ്ടെന്നോ എങ്ങോട്ട് പോയെന്നോ സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നില്ല. ഫോണിൽ നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്, ഫോണിലും കിട്ടുന്നില്ല. അന്വേഷണ സംഘം സിദ്ദിഖിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ അന്വേഷണ സംഘം സിദ്ദിഖിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ആലുവയിലും പടമുകളിലുമുള്ള വീട്ടിൽ സിദ്ദിഖ് ഇല്ല എന്നുള്ള വിവരങ്ങളാണ്. എവിടെയാണ് സിദ്ദിഖ് ഉള്ളത് എന്നുള്ളതിന് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല. പക്ഷേ സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നോക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയതിന് അഹമ്മദ് മുജ്തബ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, ഇന്നിപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഇത്തരം സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതിന് മുൻപ് ഹൈക്കോടതി എന്തെങ്കിലും പ്രത്യേക പരാമർശങ്ങൾ നടത്തിയോ? തെളിവ് ശക്തമായതുകൊണ്ട് തന്നെയായിരിക്കണം മുൻകൂർ ജാമ്യാപേക്ഷ എന്നൊരാശയത്തിലേക്ക് കോടതി കടക്കാതിരുന്നതല്ലേ? ജിൽസെ, പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദിഖ് നൽകിയപ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ട് തേടുന്ന നടപടിയുണ്ട്. അത് ആദ്യം ഹൈക്കോടതി ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 13-ന് ഈ കേസ് പരിഗണിച്ചൊരു സാഹചര്യത്തിലാണ് വിശദമായ വാദം ഈ കേസിൽ നടക്കുകയും ചെയ്തത്. അതിനുശേഷം ഇന്ന് വിധി പറയുക എന്നത് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ ഓർഡർ നമുക്ക് കയ്യിൽ കിട്ടിയാൽ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് നൽകാനും കഴിയും. 2-3 കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന വാദം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 2016 നടന്ന ഒരു കേസാണ്. ഇപ്പോഴാണ് പ്രത്യേക സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നൊരു സാഹചര്യത്തിൽ പരാതി നൽകുന്നത്. മാത്രമല്ല 2019-ലും ഈ യുവതി ഈ നടി പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത രൂപത്തിൽ ബലാത്സംഗ കുറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം പിന്നീട് വരുന്നു. അത് സ്വാഭാവികമായും തന്നെ ഈ കേസുമായി ബന്ധപ്പെടുത്തി അപകീർത്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ തനിക്കെതിരെ ഇത്തരത്തിൽ ചില ഗൂഢ താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുകയാണെന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ സിദ്ദിഖ് ഉന്നയിച്ചു. നേരത്തെ ഉണ്ടാക്കാതിരുന്ന ബലാത്സംഗ കുറ്റം പിന്നീട് ഒരു ആരോപണവും പരാതിയുമായി വരുന്നതിന് പിന്നിൽ ഈ താല്പര്യമാണ് എന്നുള്ളൊരു വാദം കൂടി മുന്നോട്ട് വെച്ചു. പക്ഷേ പ്രോസിക്യൂഷൻ ഈ കേസിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ വേണം എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിന്നു. അതിന് ആധാരമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ നേരത്തെ ഹരിമോഹൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഈ പരാതി ലഭിച്ചപ്പോൾ തന്നെ പ്രാഥമികമായി അന്വേഷണ സംഘം നടത്തിയ ചില തെളിവെടുപ്പുകൾ, അതിന്റെ തെളിവുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് അത് ഈ കേസിനെ ബലപ്പെടുത്തുന്ന രൂപത്തിൽ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താനും അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്ന രൂപത്തിലേക്ക് ജാമ്യം നൽകരുത് എന്നുള്ളൊരു ശക്തമായ വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഈ കസ്റ്റഡിയിൽ ലഭിച്ച് ചോദ്യം ചെയ്യണമെന്നുള്ള വാദങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് എന്തായാലും ഇന്ന് ഹൈക്കോടതി ജസ്റ്റിസ് CS ഡയസിന്റെ സിംഗിൾ ബെഞ്ച് ഈ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത്. എന്തായാലും നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി സമാനമായ മറ്റു കേസുകൾ, മുകേഷിന്റെ കേസുണ്ട്, ജയസൂര്യയുടെ കേസുണ്ട്, ഇടവേള ബാബുവിന്റെ കേസുണ്ട്, അങ്ങനെ നിരവധിയായ കേസുകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന നിരന്തരം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരുന്ന ആരോപണങ്ങൾ വിവിധ കേസുകളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളുണ്ട്. അവരൊക്കെ ജില്ലാ കോടതികളും ഹൈക്കോടതികളും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അതൊക്കെ അതത് പോലീസ് സ്റ്റേഷനിലേക്ക് റെഫർ ചെയ്യുകയും ബെയിലബിൾ ആണ് എന്നുള്ള നിരീക്ഷണത്തിൽ കോടതി എത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജാമ്യാപേക്ഷ തള്ളുന്നത്. ജിൽസി, ശരി, ഹൈക്കോടതി ഇന്നപ്പോൾ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം ശക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ സിദ്ദിഖ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കൊച്ചിയിലെ 2 വീട്ടിലും സിദ്ദിഖ് ഇല്ല. ഇനിയിപ്പോൾ സിദ്ദിഖ് എവിടെയാണെങ്കിലും വളരെ പെട്ടെന്ന് അറസ്റ്റിനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. രഹസ്യമൊഴി ചോർന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ പരാതി നൽകി യുവനടി. വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയതിലാണ് നടി അതൃപ്തി അറിയിച്ചത്. സിദ്ദിഖിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ അടക്കം നശിപ്പിക്കാൻ ശ്രമമെന്നും പരാതിയിൽ പറഞ്ഞു. ജാമ്യം ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ SITക്ക് എതിരെ ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കംപ്ലൈന്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ ഈ ഇലക്ട്രോണിക് എവിഡൻസ് പിന്നെ പ്രതിക്ക് നശിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള സമയം ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല ഇപ്പം ഈ ഒരു ടൈമിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ളൊരു ടൈം അതൊരു
ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെതിരെ എനിക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ട്. ഞാനത് DGPക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ് ആയിട്ടാണെങ്കിലും ഞാൻ വളരെയധികം കോൺഫിഡൻഷ്യലായിട്ട് ഈ ഒരു വിഷയത്തിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി വളരെ ഗുരുതരമാണല്ലോ. അപ്പം അത് കീപ്പപ്പ് ചെയ്യാതെ അതിൻ്റെ ഇൻഫർമേഷൻസ് ആണെങ്കിലും വളരെ മൈൻഡിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിലൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പേ ലീക്ക് ആയതിൽ എനിക്ക് SIT-ഓട് എനിക്ക് നല്ല രീതിയിൽ ഐ എം വെരി മച്ച് അൺസാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. സോ അതുകൊണ്ട് ഞാൻ DGPക്ക് ഫയൽ ചെയ്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്. അതിനകത്ത് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മെയിൻ അത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇവർക്ക് കയ്യിലുള്ള ഇപ്പോൾ പ്രതിയുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് എവിഡൻസുകളെല്ലാം നശിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ടൈം കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊരു ഫാക്ടറാണ്. ഇപ്പോൾ സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് സ്വാധീനിക്കാം, സമയം കിടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം എന്ന് പറയുന്നത്. ബലാത്സംഗ കേസിൽ മുകേഷ് MLA ചോദ്യം ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. SS ശരൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ശരൺ, മുകേഷിനെതിരെയുള്ള ബലാത്സംഗ കേസിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. 10 മണിയോടെ ചോദ്യം ചെയ്യൽ തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എത്ര മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു, എത്ര നേരം ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? വൈകാതെ തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ 10:15 കൂടിയാണ് കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരുന്നത്. അദ്ദേഹം ഇവിടേക്ക് എത്താൻ കാരണം G. പൂങ്കുഴലി IPS അവിടെ ഓഫീസ് ഇവിടെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥ G. പൂങ്കുഴലിയാണ്. അപ്പോൾ പൂങ്കുഴലിയുടെ മുന്നിലാണ് മുകേഷ് ഹാജരായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 3 മണിക്കൂർ ചോദ്യം ചെയ്യൽ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വൈകാതെ അദ്ദേഹം പുറത്തിറങ്ങുമെന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഈ കേസിൽ ലഭിച്ചിട്ടുള്ളതാണ്. അതായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം കോടതിയിൽ വാദിച്ചിരുന്നത് തനിക്കെതിരെ ഉള്ളത് വ്യാജ പരാതി എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നടി, ആരോപണം ഉന്നയിച്ച നടി തന്നെ പലപ്പോഴായിട്ട് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നുള്ളത് കോടതിയിൽ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യത്തിന്റെ ഉള്ളതിനാൽ തന്നെ അദ്ദേഹത്തിന് താൽക്കാലിക ആശ്വാസം നമുക്ക് പറയാൻ കഴിയും. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായിക്കൊണ്ട് അറസ്റ്റിലേക്ക് നീങ്ങിയാൽ തന്നെ അദ്ദേഹത്തെ ബോണ്ടിൽ വിട്ടയക്കുകയായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അറസ്റ്റ് സംബന്ധിച്ച ഒരു വ്യക്തത പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അറസ്റ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്ത് വിട്ടയക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. നേരത്തെ ഈ ആലുവ സ്വദേശിയായ നടിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നത്. 2010-ൽ മുകേഷിന്റെ മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. ഒപ്പം ഈ താരസംഘടനയായ അമ്മയിൽ അംഗത്വം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് നടത്തണമെന്നുള്ള ഒരു പ്രേരണ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഒപ്പം തന്നെ ലൈംഗിക ചുവയോടെ സംസാരിച്ചു മുകേഷ് എന്നടക്കമുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. തുടക്കത്തിൽ SIT നൽകിയ പരാതിയാണ് പിന്നീട് മരട് പോലീസ് സ്റ്റേഷനിൽ കൈമാറുകയും അവിടെ ഈ 376 അതായത് ബലാത്സംഗ കുറ്റം ചുമത്തി മുകേഷിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നത്. ബലാത്സംഗ കുറ്റത്തിന് പുറമെ തന്നെ 376 സബ്സെക്ഷൻ A ഒപ്പം 354 ലൈംഗിക അതിക്രമം, അതായത് സ്ത്രീത്വത്തെ അവമാനിച്ചതിന് 354 അടക്കമുള്ള വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് സംസ്ഥാനത്തെ ഇപ്പോൾ നിയമസഭാ സാമാജികനായിട്ടുള്ള അതായത് MLA ആയിട്ടുള്ള ഒരാളെ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നായി കണ്ടിരുന്ന മുകേഷിനെതിരായിട്ടുള്ള കേസായിരുന്നു. അതിൽ മുകേഷിനെ SIT ചോദ്യം ചെയ്യുന്നു, അതായത് MLA തന്നെ SIT ചോദ്യം ചെയ്യുന്നു എന്നുള്ള പ്രത്യേകതയാണ് നിലവിൽ ഉള്ളത്. യെസ്, എന്തായാലും ബലാത്സംഗ കേസിൽ ഒരു MLA തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കും. അറസ്റ്റ് ചെയ്ത ശേഷമാണോ വിട്ടയക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും 3 മണിക്കൂറിലധികമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അമ്മ ഭരണസമിതി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഭരണസമിതി കൂട്ടരാജി സമർപ്പിച്ചപ്പോഴാണെന്ന് നടൻ ജഗദീഷ്. നിലവിൽ അമ്മയിൽ ഭിന്നതകളില്ല. പ്രവർത്തകൻ എന്ന നിലയിൽ അമ്മയിൽ സജീവമായി ഉണ്ടാകും. അമ്മയുടെ ഭാരവാഹിത്വം സ്വപ്നം കണ്ടല്ല താൻ ഉറങ്ങുന്നതെന്നും ജഗദീഷ് പറഞ്ഞു. യെസ്, നടിയുടെ ബലാത്സംഗ പരാതിയിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിഷേധിച്ചിരുന്നു. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിനെ തുടർന്ന് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നോ, എപ്പോൾ അന്വേഷണം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി ഉറ്റുനോക്കുന്നത്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി. യെസ്, ഇപ്പോൾ മുകേഷിനെ ഇന്ന് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. അതിനുശേഷം MLA മുകേഷ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്.
രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത ഈ കേസുമായി ബന്ധപ്പെട്ട 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് മുകേഷ് MLA ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തീരദേശ പോലീസ് ആസ്ഥാനത്ത് വെച്ച് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുകേഷിനെ ചോദ്യം ചെയ്തത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുകേഷ് മറുപടി നൽകിയിട്ടില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹം കാറിൽ കയറി പോയിരിക്കുകയാണ്. 3 മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണോ വിട്ടയച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു MLA പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു മുകേഷിൻ്റേത്. കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയെങ്കിലും മറ്റ് കേസുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 3 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ മുകേഷ് MLA അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യം നിലവിലുള്ളതിനാൽ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകാതെ നേരെ അദ്ദേഹം കാറിൽ കയറി പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു മുകേഷിൻ്റേത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം മുകേഷ് ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. 3 മണിക്കൂറിലേറെ നീണ്ട അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുകേഷ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത ഈ കേസുമായി ബന്ധപ്പെട്ട മുകേഷ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ 3 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മുകേഷ് MLA ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഈ മാധ്യമപ്രവർത്തകരുടെ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഒരു വാക്കുപോലും ഉരിയാടാതെ അദ്ദേഹം വളരെ പെട്ടെന്ന് കാറിൽ കയറി പോകുകയായിരുന്നു. 3 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് മുകേഷ് MLA വിട്ടയച്ചത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം നേരത്തെ മുൻകൂർ ജാമ്യം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇന്നിപ്പോൾ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മേൽ വ്യക്തത വരുത്താനും പരാതിക്കാരിയുടെ മൊഴിയുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ടും അത്തരം നീക്കങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും സംസ്ഥാനത്തെ ഒരു MLA ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായ ആരോപണങ്ങളിൽ സംസ്ഥാനത്തെ ഒരു MLA കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു കേസ് കൂടിയായിരുന്നു മുകേഷിൻ്റേത്. എന്തായാലും മുകേഷിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേസ് അതിന്റെ വഴിക്ക് മുന്നോട്ട് തന്നെ പോകും. അതുകൊണ്ട് തന്നെ മുകേഷിനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഇനി പൂർത്തിയാക്കും. SS ശരൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശരൺ, ഏതാണ്ട് 3 മണിക്കൂറിലധികം മുകേഷിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു എന്നുള്ള വിവരങ്ങൾക്ക് പുറമെ എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? അതായത് ഇപ്പോൾ മുകേഷിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജിൽസി നേരത്തെ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിനെ 3 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നതാണ് SIT. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ അറസ്റ്റ് രേഖപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറസ്റ്റ് നടപടികളിൽ കടന്നാൽ പോലും അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്ന ഒരു വിധി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതായത് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബോണ്ടിൽ വിട്ടയക്കാനേ കഴിയുള്ളൂ. മറിച്ച് അദ്ദേഹത്തെ ഈ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ, അതായത് 10:15 അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥയായ ജി പൂങ്കുഴലിക്ക് മുന്നിൽ എത്തുന്നു. അതിനുശേഷം 3 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ 3 മണിക്കൂറിന് ശേഷമാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും വൈദ്യപരിശോധന എന്നുള്ള ഒരു നടപടിക്രമം കൂടിയാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിട്ടയക്കുക ആയിരിക്കും SIT ചെയ്യുക. ഇതിൽ നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. ആലുവ സ്വദേശിയായ നടിയാണ് ഇത് സംബന്ധിച്ചുള്ള ആരോപണം ഉയർത്തിയിരുന്നത്. അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് 2010 മരടിലെ ഫ്ളാറ്റിലേക്ക്, മുകേഷിന്റെ ഫ്ളാറ്റ്
ഫ്ളാറ്റിലേക്ക് തന്നെ വിളിച്ചു വരുത്തുന്നു, അതിനുശേഷം പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കാസ്റ്റിംഗ് കൗച്ചിന് നടത്തണം എന്നുള്ള കാര്യം, അതായത് അമ്മയിൽ അംഗത്വം വേണമെന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് നടത്തണമെന്നുള്ള വലിയ രീതിയിൽ തന്നെ പ്രേരണ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം ലൈംഗിക ചുവയോടെ സംസാരിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് മുകേഷിനെതിരെ അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. ആ പരാതിയിലാണ് പിന്നീട് 376 അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, അതായത് നോൺ വെയിലബിൾ ആയിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നത്. 376, 376A, 354 എന്നീ വകുപ്പുകൾ, അതായത് സ്ത്രീത്വത്തെ അവമാനിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തുകയും ചെയ്തിരുന്നത്. അതിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നത്. അല്പസമയം മുമ്പ് ശരൺ, അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നു. അതായത് ഈ നേരത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഇതിന് വീണ്ടും അതിനുശേഷം ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ? കാരണം ഇപ്പോൾ അദ്ദേഹം സ്വന്തം വണ്ടിയിൽ തന്നെയാണ് അദ്ദേഹം പുറത്തേക്ക് പോയതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെയാണോ? സാധാരണ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ MLA ആയതുകൊണ്ട് അത്തരമൊരു പ്രിവിലേജ് ലഭിക്കുമോ? തീർച്ചയായിട്ടും. അതായത് മുൻകൂർ ജാമ്യം ഇതിനകം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ വിധത്തിലുള്ളൊരു ആശ്വാസം അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികമായിട്ടും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപൊക്കെയാണ് ഇങ്ങനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത് മുൻകൂർ ജാമ്യമുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാകണം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെ വരാൻ. അതായത് പോലീസ് സംഘം കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കൃത്യമായി തന്നെ നേരത്തെ കണ്ടിരുന്നു. നമ്മൾ ലൈവിനിടയിൽ കൂടിയാണ്, ലൈവ് പൂർത്തിയാവുന്ന വേളയിൽ കൂടിയാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നത്. അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം പോലീസിനൊപ്പം പുറത്തേക്ക്, അതായത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ തന്നെ സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് പോലീസ് പുറത്തേക്ക് വന്നിരുന്നത്. മാധ്യമങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിലേക്ക് കയറ്റുന്നു. അങ്ങനെ കയറ്റിയതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം നൽകുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. നിലവിലൊരു MLA എന്ന നിലയിൽ കൂടിയായിരിക്കണം അത്തരത്തിലൊരു സംരക്ഷണം അല്ലെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്നു എന്നൊരു സാഹചര്യത്തിൽ കൂടിയാകണം അത്തരത്തിൽ പോലീസ് വലിയ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ചോദ്യം ചെയ്യാൻ വരുമ്പോഴും അതിനുശേഷം പോകുമ്പോഴും ഒന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ലേ? ഒരു രീതിയിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതാണ്. 10:15 അദ്ദേഹം ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ 2-3 ചോദ്യം ചോദിച്ചിരുന്നു. ഈ വ്യാജ ആരോപണം എന്നുള്ളത് താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം ഉന്നയിച്ചിരുന്നതാണ്. ആ ഒരു ആരോപണം, അത്തരത്തിൽ വ്യാജ ആരോപണം എന്നുള്ളത് തന്നെയാണോ SITക്ക് മുന്നിൽ പറയാൻ പോകുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചു. അപ്പോഴും അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മാത്രമാണ് പോവുകയും ചെയ്തിരുന്നത്. 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അദ്ദേഹം ഒരു അക്ഷരം പോലും മിണ്ടാൻ അല്ലെങ്കിൽ ഒരു വാക്ക് പോലും ഉരിയാടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മറിച്ച് ഒരു ചെറു പുഞ്ചിരി കൂടി തന്നെ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ 3 മണിക്കൂർ നീണ്ടുനിന്നു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടയക്കുക. അതായത് സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ തന്നെ ആൾജാമ്യത്തിൽ വിട്ടയക്കുക എന്നുള്ളതാണ്. ബോണ്ടുണ്ട്, ആ ബോണ്ടിൽ വിട്ടയക്കുക എന്നുള്ളൊരു നടപടിക്രമം മാത്രമാണ് മുന്നിലുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജിൽസി, ശരി, എന്തായാലും 3 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ് മുകേഷ് MLA. ഇനി തുടർ നടപടികൾ, കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത്തരത്തിൽ തന്നെ ഉണ്ടാകും. എന്തായാലും നടിയുടെ ആരോപണങ്ങളിൽ മേലാണ് മുകേഷിനെതിരെ കേസെടുത്തിരുന്നത്. മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നും ഒപ്പം തന്നെ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചിരുന്നത്. എന്തായാലും മുകേഷ് MLAയുമായി ബന്ധപ്പെട്ട കേസ്, അതിന്റെ നടപടികൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. മുകേഷ് MLAക്ക് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം SS ശരണാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരം അലങ്കോലമായതിൽ തുടരന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ. പൂരം അന്വേഷണ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറി. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ സമർപ്പിച്ച തൃശൂർ പൂരം കലങ്കൽ അന്വേഷണ റിപ്പോർട്ടിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പൂർണ്ണ തൃപ്തിയില്ല. അതിനാലാണ് തുടരന്വേഷണത്തിനും തുടർ നടപടിക്കും DGP ഷെയ്ഖ് ദർവേ സാഹിബ് മുഖ്യമന്ത്രി പിണറായി വിജയന് ശുപാർശ നൽകിയത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയപ്പോഴാണ് അതിനൊപ്പം ശുപാർശയും ഉൾപ്പെടുത്തിയത്. എന്നാൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ മാത്രമല്ല, തിരുവമ്പാടി ദേവസ്വത്തെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ADGP സമർപ്പിച്ചത്. തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പൂരം മുടക്കാൻ ശ്രമിച്ചതാണ് റിപ്പോർട്ടിലെ ആരോപണം. പോലീസ് നിർദ്ദേശങ്ങൾ ദേവസ്വം മനഃപൂർവ്വം അവഗണിച്ചു. പൂരം നിർത്തുന്നതായി ഏകപക്ഷീയമായി ദേവസ്വം പ്രഖ്യാപിച്ചത് ആസൂത്രിതമായി.
കൊലപാതകമാണ്. ഇതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന എന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. പൂരം കലങ്ങിയതിൽ രാഷ്ട്രീയ താല്പര്യമുള്ള ചിലർക്കും പങ്കുണ്ടെന്നാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുടെ കോൺഗ്രസ് രാഷ്ട്രീയം സൂചിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടിലുള്ളത്. ദേവസ്വം ഭാരവാഹികളുടെ ഫോൺ കോൾ വിവരങ്ങളും റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട്. ഇനി റിപ്പോർട്ടിലും DGP നൽകിയ ശുപാർശയിലും തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. തുടരന്വേഷണത്തിന് ഉത്തരവിടുമോ അതോ റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. മീഡിയ 1 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. തൃശൂർ പൂരത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ അജിത് കുമാർ ഇടപെട്ടെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പൂര ദിവസവും തലേ ദിവസവും അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ADGP MR അജിത് കുമാർ പൂരം നടക്കുന്ന സമയത്ത് തൃശൂരിൽ ഉണ്ടായിരുന്നെന്നും പൂരത്തിന്റെ നിയന്ത്രണങ്ങളിൽ ഇടപെട്ടെന്നുമുള്ള വിവരങ്ങളാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വഴി പുറത്തുവരുന്നത്. പൂരം നടക്കുന്നതിന് 3 ദിവസം മുൻപ് അജിത് കുമാർ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഈ യോഗത്തിൽ വെച്ച് പൂരത്തിന്റെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ നിർദ്ദേശം നൽകി. ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള പോലീസ് നടപടി ഇതിന്റെ ഭാഗമായി ഉണ്ടായതാണ്. പൂരത്തിന്റെ തലേദിവസം മുതൽ തൃശൂർ പോലീസ് അക്കാദമിയിൽ അജിത് കുമാർ താമസിച്ചു. 2 ദിവസമാണ് ഇങ്ങനെ തങ്ങിയത്. പൂരം കലങ്ങുമ്പോൾ അജിത് കുമാർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു. പുലർച്ചെ 3 മണിക്കാണ് അജിത് കുമാർ പൂരസ്ഥലത്ത് നിന്ന് മടങ്ങിയത്. തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പൂരം കലങ്ങിയതിന് തൊട്ടു പിന്നാലെ അജിത് കുമാറിനോട് സംസ്ഥാന പോലീസ് മേധാവി ഇതിൽ വിശദീകരണം തേടിയിരുന്നു. താൻ മൂകാംബികയ്ക്ക് പോകും വഴി തൃശൂരിൽ തങ്ങിയെന്നാണ് അജിത് കുമാർ DGPക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. മീഡിയ 1 തിരുവനന്തപുരം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയപ്പോൾ സ്ഥലത്തുണ്ടായിട്ടും ADGP MR അജിത് കുമാർ ഇടപെടാതിരുന്നത് ദുരൂഹമെന്ന് CPI മുഖപത്രം. സംഘർഷ സ്ഥലത്തേക്ക് റവന്യൂ മന്ത്രി K രാജൻ അടക്കമുള്ളവരെ എത്തിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. ഇതിനിടയിൽ സുരേഷ് ഗോപിയും സംഘപരിവാർ നേതാക്കളും എത്തി ചർച്ച ആരംഭിച്ചുവെന്നും ജനയുഗം എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ മാത്രം കുറ്റപ്പെടുത്തിയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നാണ് CPI മുഖപത്രമായ ജനയുഗം എഡിറ്റോറിയലിലൂടെ പറയുന്നത്. അന്വേഷണ റിപ്പോർട്ട് 5 മാസം വൈകിയത് ദുരൂഹമാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP അന്വേഷണത്തിൽ വരുത്തിയ കാലവിളംബം അസ്വാഭാവികവും ആസൂത്രിതവുമാണ്. പൂരം കലക്കിയവരെ വെള്ളപൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ട്. പൂര ദിവസങ്ങളിൽ അജിത് കുമാറിന്റെ സാന്നിധ്യം തൃശൂരിൽ ഉണ്ടായിരുന്നു. മുഴുവൻ കുറ്റവും കമ്മീഷണറിൽ ചാരുന്നത് സംശയകരമാണ്. കമ്മീഷണറിലും ദേവസ്വങ്ങളിലും മാത്രമായി കുറ്റങ്ങൾ ഒതുക്കുന്ന റിപ്പോർട്ടിന്റെ ഉദ്ദേശശുദ്ധിയെയും ജനയുഗം സംശയിക്കുന്നുണ്ട്. റവന്യൂ മന്ത്രി K രാജന് പൂരസ്ഥലത്തേക്ക് എത്താൻ കഴിയാതിരിക്കുകയും സുരേഷ് ഗോപിയും സംഘപരിവാർ നേതാക്കളും ആംബുലൻസിൽ പൂരസ്ഥലത്ത് എത്തിയതും സംഭവം ആസൂത്രിതമാണെന്ന സംശയം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ജനയുഗം പറയുന്നത്. പൂരം കലക്കിയത് BJP വിജയിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പൊതുജനവികാരം മാറണമെങ്കിൽ അതിനുതകുന്ന അന്വേഷണവും റിപ്പോർട്ടുമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാണ് ജനയുഗം എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. കുറ്റവാളികളെ മുൻകൂട്ടി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുറ്റവാളികളെ നിർണ്ണയിക്കപ്പെടുന്നത് ശരിയല്ല. പിന്നെ ഇതിന്റെ അന്വേഷണം അവർ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കുറ്റവാളികളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കും. റിപ്പോർട്ടിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്ന CPI അജിത് കുമാറിനെ മാറ്റി നിർത്തി വീണ്ടും വിഷയം അന്വേഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചേക്കും. മീഡിയ 1 തിരുവനന്തപുരം. PV അൻവർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സമസ്ത മുഖപത്രം. അൻവറിന്റെ ആരോപണ വിധേയരെ ചേർത്ത് പിടിക്കാൻ മുഖ്യമന്ത്രിക്ക് വ്യഗ്രതയെന്നും അൻവറിന്റെ രാഷ്ട്രീയ DNA തിരയുകയാണ് മുഖ്യമന്ത്രിയെന്നും വിമർശനം. അൻവറിന്റെ ആരോപണങ്ങളിൽ പ്രതിപക്ഷവും മൗനം പാലിക്കുന്നുവെന്നും സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ. ഇന്നലെ വൈകിട്ട് 4:30 കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നതിനെതിരെ മകൾ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. കേരള അനാട്ടമി ആക്ട് പ്രകാരം വിഷയം പരിശോധിച്ച ശേഷമാകും മൃതദേഹം പഠനാവശ്യത്തിനായി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണമോ എന്ന് തീരുമാനിക്കുക. തീരുമാനം എതിരായാൽ ആശ വീണ്ടും കോടതിയെ സമീപിച്ചേക്കും. അതേസമയം ക്രിസ്തീയ മതാചാര പ്രകാരം മൃതദേഹം സംസ്കരിക്കണമെന്ന സഹോദരിയുടെ ആവശ്യത്തിൽ താൻ തെറ്റൊന്നും കാണുന്നില്ല എന്നാണ് ലോറൻസിന്റെ മകൻ സജീവൻ പറയുന്നത്. മുൻപേ നടന്ന ചില കാര്യങ്ങൾ കൂടി ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോഴുണ്ടായ വിവാദങ്ങൾക്ക് പിന്നിൽ RSS BJP സംഘടനകളിലെ ചില ആളുകളുണ്ടെന്നും തന്റെ സഹോദരിയെ അവർ ഒരു ടൂളാക്കി മാറ്റിയെന്നും സജീവൻ പറയുന്നു. എന്നോട് അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത് മെഡിക്കൽ കോളേജിന് കൊടുക്കാനാണ് അപ്പച്ചന് താല്പര്യം. മതപരമായിട്ടുള്ള ചടങ്ങുകളൊന്നും വേണ്ട. അതിൽ ഇളയ സിസ്റ്റർക്ക് ക്രിസ്തീയ മതാചാര പ്രകാരം പള്ളിയിൽ സംസ്കരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൽ ചില ആൾക്കാർ മനഃപൂർവ്വം ഇവിടെ ഒരു ടൂളാക്കിയിട്ട് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ലെഫ്റ്റ് മൂവ്മെൻറ്റിനെതിരെ അല്ലെങ്കിൽ പ്രോഗ്രസീവ് മൂവ്മെൻറ്റിനെതിരെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഊതി വീർപ്പിച്ചിട്ട് ഉപയോഗിക്കാനുള്ള വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. മീഡിയ 1 കൊച്ചി. ഇടവേള. വേണാട് എക്സ്പ്രസിൽ യാത്രാ ദുരിതം തുടരുന്നു. കാലുകുത്താൻ ഇടമില്ലാതെയായിരുന്നു ഇന്നും വേണാട് എക്സ്പ്രസിലെ യാത്ര. മീഡിയ 1 വാർത്താ സംഘം വേണാട് എക്സ്പ്രസിൽ യാത്ര ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
ഇന്ന് രാവിലെ വേണാട് എക്സ്പ്രസ് ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ എത്തിയപ്പോഴുള്ള കാഴ്ചയാണിത്. സൂചി കുത്താൻ ഇടയില്ലാത്ത വിധമായിരുന്നു യാത്ര. നേരത്തെയൊക്കെ ആണെങ്കിൽ 2 വലിയ ലേഡീസ് ഉണ്ടായിരുന്നു. ഒന്ന് ഒരു ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു കുഞ്ഞു ലേഡീസും ഉണ്ടായിരുന്നു. റീസെൻ്റ്ലി ആ വലിയ ലേഡീസ്, ബാക്കിലുള്ള ലേഡീസ് അതങ്ങ് അവർ കട്ട് ഷോട്ട് ചെയ്തു. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ട്രെയിൻ ഏറ്റുമാനൂർ പിറവം റോഡ് സ്റ്റേഷനുകളിൽ എത്തിയപ്പോൾ ദുരിതം ഇരട്ടിയായി. എല്ലാ ദിവസവും നല്ല തിരക്കാണ്, എല്ലാ ദിവസവും അനുഭവിക്കുന്നുണ്ട്. ക്രമാതീതമായി എല്ലാ ദിവസവും വേണാടിനുള്ളിൽ കയറി പറ്റുക എന്നത് ഒരു ശ്രമകരമായ കാര്യമല്ല. ദുരിതയാത്ര മൂലം സമയത്തിന് ജോലിസ്ഥലങ്ങളിൽ എത്താൻ കഴിയുന്നില്ലെന്നും യാത്രക്കാർ. ഇപ്പം ഈ 1-2 മണിക്കൂറത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് വലുതാണ്. ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സ്ഥിരമായിട്ട് ലേറ്റാണ്. നമ്മൾ ഓട്ടോ വിളിച്ചും ഒക്കെയാണ് സമയത്ത് എത്തിച്ചേരുന്നത്. ഭയങ്കര റഷ് പാടാണ്. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റെയിൽവേയും ജനപ്രതിനിധികളും കണ്ണടയ്ക്കുന്നതായും പരാതി. നമുക്ക് ഈ വേണാടിനും പലർക്കും ഇടയ്ക്കായിട്ട് തന്നെ ഒരു മെമു അനുവദിച്ച് കിട്ടുവാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ്. കാരണം ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. ഇന്നലെ തിരക്ക് മൂലം 3 വനിതാ യാത്രക്കാർ വേണാട് എക്സ്പ്രസിൽ കുഴഞ്ഞു വീണ് ചികിത്സ തേടിയിരുന്നു. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ട് വേണാടിന്റെ ദുരിതയാത്ര തുടരുകയാണ്. പകരം സംവിധാനം ഒരുക്കി റെയിൽവേ കണ്ണു തുറക്കണമെന്നാണ് യാത്രക്കാർ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. വേണാടിൽ നിന്നും ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1. അടിക്കടി ഉണ്ടാകുന്ന ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അപകടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ബംഗാളിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. വിവിധ സംസ്ഥാനങ്ങളിലായി ഉണ്ടായ ട്രെയിൻ അട്ടിമറി സംഭവങ്ങളുടെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് റെയിൽവേ മന്ത്രിയുടെ പ്രതികരണം. തുടർച്ചയായിട്ടുണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങളിൽ ഡിജിപിമാർ, ആഭ്യന്തര സെക്രട്ടറിമാർ, NIA അടക്കമുള്ളവരുമായും ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. रेलवे का पूरा प्रशासन पूरी तरह से सतर्क है. सभी राज्य सरकारों के साथ लगातार संवाद है. स्टेट के DGPs के साथ, होम सेक्रेटरीज के साथ, NIA भी इसमें इन्वॉल्व है. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ റെയിൽവേ ട്രാക്കുകളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ അടക്കം കണ്ടെത്തിയിരുന്നു. അതിനിടെ ഗുജറാത്തിലും മധ്യപ്രദേശിലുമുണ്ടായ ട്രെയിൻ അട്ടിമറി ശ്രമങ്ങളിൽ 3 റെയിൽവേ ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. ബംഗാളിലെ ന്യൂ മേനാഗുരിയിൽ ഗുഡ്സ് ട്രെയിനിന്റെ 5 കോച്ചുകൾ ഇന്ന് പാളം തെറ്റി. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ട്രെയിൻ അട്ടിമറി ശ്രമങ്ങളിൽ കേന്ദ്ര സർക്കാർ മൌനം പാലിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മീഡിയ 1, ഡൽഹി. കർണാടക ഷിരൂരിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുന്നു. രാവിലെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇതുവരെ നടത്തിയ തിരച്ചിലിൽ ലോറിയുടെ ഭാഗം കണ്ടെത്താനായിട്ടില്ല. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഷിരൂരിൽ നിന്ന് മടങ്ങി. തൃശൂർ കയ്പമംഗലത്ത് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. കോയമ്പത്തൂർ സ്വദേശി അരുണാണ് കൊല്ലപ്പെട്ടത്. അരുണിന്റെ സുഹൃത്ത് ശശാങ്കനെയും പ്രതികൾ മർദ്ദിച്ചു. ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് കണ്ണൂർ സ്വദേശിയിൽ നിന്ന് അരുൺ 10 ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു. കണ്ണൂർ സ്വദേശിയായ ഐസ് ഫാക്ടറി ഉടമയെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. ഇന്നലെ രാത്രി 10:30-ക്കാണ് അപകടം സംഭവിച്ചതാണെന്ന് പറഞ്ഞ പ്രതികൾ അരുണിനെയും സുഹൃത്തായ ശശാങ്കനെയും ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് വിട്ടത്. ആംബുലൻസിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്താം എന്നായിരുന്നു പ്രതികൾ പറഞ്ഞിരുന്നത്. എന്നാൽ എത്തിയില്ല. ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ അരുണിന്റെ മരണം സ്ഥിരീകരിച്ചു. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി സുഹൃത്തായ ശശാങ്കനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് തട്ടിപ്പിന്റെയും കൊലപാതകത്തിന്റെയും വിവരം പുറത്തുവരുന്നത്. ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് അരുണും സുഹൃത്തും തട്ടിയെടുത്ത 10 ലക്ഷം രൂപ തിരികെ വാങ്ങാനാണ് പ്രതികളെത്തിയത്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നും ഇരുവരെയും പ്രതികൾ തട്ടിക്കൊണ്ടുപോയി. തുടർന്ന് വട്ടനാത്ര പരിസരത്തെ എസ്റ്റേറ്റിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. അരുൺ കൊല്ലപ്പെട്ടതോടെയാണ് മൃതദേഹം കയ്പമംഗലത്തെത്തിച്ച് ആംബുലൻസിൽ കയറ്റിവിട്ടത്. കണ്ണൂർ സ്വദേശിയായ ഐസ് ഫാക്ടറി ഉടമ ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് തിരയുന്നത്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ കണ്ണൂരിലെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. മീഡിയ 1, തൃശൂർ. കോട്ടയം കൈപ്പുഴമുട്ടിൽ കാർ ആറ്റിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിന് കാരണം ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതാണോ എന്ന് പോലീസ് പരിശോധിക്കും. മഹാരാഷ്ട്രയിൽ സ്ഥിരതാമസമാക്കിയ കൊല്ലം ഓടനാവട്ടം സ്വദേശി ജെയിംസ് ജോർജ്, മഹാരാഷ്ട്ര സ്വദേശിനി സായലി രാജേന്ദ്ര സർജി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇന്നലെ രാത്രി 8:45-ഓടെയായിരുന്നു അപകടം. ഇരുവരും കുമരകം സന്ദർശിക്കാനെത്തിയതായിരുന്നു. ഗാന്ധിനഗർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. പ്രദേശത്ത് വെളിച്ചവും ദിശാബോർഡുമില്ലാത്തത് അപകടത്തിന് കാരണമായെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്.
കോട്ടയം പാലായിൽ അപകടത്തിൽ അടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി ടോറസ് ലോറി സഞ്ചരിച്ചത് 8 കിലോമീറ്റർ. അപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. റോഡരികിൽ സ്കൂട്ടർ നിർത്തി സംസാരിച്ച യുവാക്കൾക്ക് നേരെയാണ് ലോറി കയറിയത്. അപകട സമയത്ത് നിർത്താതെ പോയ ലോറി മരങ്ങാട്ട് പള്ളിക്ക് സമീപമാണ് നിർത്തിയത്. പോലീസ് പിന്തുടർന്നെങ്കിലും ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയ ഡ്രൈവറെ പിടികൂടാനായില്ല. ആലുവ രജിസ്ട്രേഷനിലുള്ള ലോറിയിൽ നിന്നും മദ്യക്കുപ്പികൾ പോലീസ് കണ്ടെത്തി. ഇന്നലെ രാത്രി 11:30യോടെയാണ് അപകടം. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. വിചാരണവേളയിൽ മറ്റാരുടെയെങ്കിലും പങ്ക് തെളിഞ്ഞാൽ നിയമപരമായ മാർഗം തേടാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെന്നും സുപ്രീംകോടതി. ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ്, ഈ ഹർജി തള്ളുമ്പോൾ സുപ്രീംകോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെ? ജിൽസെ, ഷുഹൈബിന്റെ മാതാപിതാക്കളായ CP മുഹമ്മദും SP റസിയയും നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇതിനകം തന്നെ 2 കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത്. വധത്തിലും കൊലപാതകത്തിലും അതേപോലെ തന്നെ ഗൂഢാലോചനയിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു 6 വർഷം തന്നെയായി കേസ് നടന്നിട്ട് ഇനി വീണ്ടും ഒരു കേസ് അന്വേഷണം ആദ്യം മുതൽ തന്നെ CBI അന്വേഷണം നടത്തണം എന്നുള്ളൊരു കാര്യം, അതിന്റെ ഒരു പ്രായോഗിക വശം കൂടിയാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാന കാര്യം, ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സംശയമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപട്ടികയിൽ ആരെങ്കിലും ഉൾപ്പെടുത്തിയില്ല തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നുള്ള ഒരു ഉത്തരവ് കൂടി ഇതിനൊപ്പം പാസാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് BR ഗവയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ മുകേഷിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. നേരത്തെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. മുകേഷിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് മുകേഷിനെ വിട്ടയച്ചത്. അതിനുശേഷമുള്ള ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്, അല്ലേ? അതെ ജിൽസി, രാവിലെ മുതൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുകേഷിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ ഈ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുമെന്ന് മനസ്സിലാക്കുന്നത് ഒരു സ്വാഭാവിക നടപടി തന്നെയാണ്. നേരത്തെ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഇതൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമുള്ള സ്വാഭാവിക നടപടിയാണ് ഈ വൈദ്യപരിശോധന. അതിനുശേഷം അദ്ദേഹത്തെ വിട്ടേക്കെന്ന് മനസ്സിലാക്കി. അദ്ദേഹം സ്വന്തം കാറിൽ തന്നെയാണ് ജനറൽ ആശുപത്രിയിലേക്ക് വന്നിട്ടുള്ളത്. പോലീസ് മറ്റൊരു വാഹനത്തിലും അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിലും തന്നെ എത്തിക്കും. രാവിലെ 9:15 മുതൽ ആരംഭിച്ച ഈ ചോദ്യം ചെയ്യൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ ഏകദേശം 3.5 മണിക്കൂറിലധികം നീണ്ടു നിന്നിരുന്നു. അല്പസമയം മുൻപാണ് അതിനുശേഷം ചോദ്യം ചെയ്യൽ അവസാനിച്ച ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജി പൂങ്കുഴലിയുടെ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലും അറസ്റ്റും ഉണ്ടായിട്ടുള്ളത്. മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ ആരോപണം. സിനിമയിൽ അവസരവും അമ്മ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് മുകേഷ് പീഡിപ്പിച്ചു എന്നാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒറ്റപ്പാലത്തെ ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന മറ്റൊരു ആരോപണമുണ്ട്. ഓഗസ്റ്റ് 28-ന് മരട് പോലീസ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപവും മോശം വാക്പ്രയോഗം എന്നീ വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിട്ടുള്ളത്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ്. ഈ പരാതികളിൽ ഈ കേസുകളിലൊക്കെ തന്നെ മുകേഷിന് മുൻകൂർ ജാമ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നൽകിയിരുന്നു. അതിനുശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ മുകേഷിനോട് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. അതനുസരിച്ചാണ് രാവിലെ മുകേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ, കൊച്ചിയിലുള്ള എറണാകുളത്തുള്ള ഓഫീസിൽ ഹാജരായത്. പിന്നീട് 3.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളതിനാൽ തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കുക, അതിനുശേഷം ഒരു സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തന്നെ അദ്ദേഹത്തെ വിട്ടയക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. ജിൽസി, മുകേഷ് MLA ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. നേരത്തെ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി മുകേഷ് MLA വിട്ടയച്ചത്. അതിനുശേഷം
ഒരു സാധാരണ നടപടിക്രമം എന്ന രീതിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം മുകേഷിനെ വിട്ടയക്കും. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ മുകേഷിൻ്റെത് കോടതി അംഗീകരിച്ചതാണ്. മുൻകൂർ ജാമ്യത്തിലാണ് മുകേഷ് ഇപ്പോഴുള്ളത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മുകേഷിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. സ്വാഭാവികമായും പരാതിക്കാരി ഉന്നയിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നത് തന്നെയാണ് ചോദ്യം ചെയ്യലിന്റെ പ്രധാന ലക്ഷ്യം. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉയർന്ന ആരോപണങ്ങളിൽ വളരെ പ്രധാനമുള്ള ഒരു കേസായിരുന്നു, വളരെ പ്രാധാന്യമേറിയ ഒരു കേസായിരുന്നു മുകേഷിൻ്റേത്. ഒരു MLA എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ കൂടി ഈ കേസ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് അത് മുകേഷിന് ജാമ്യം ലഭിക്കുന്നത്. എന്നാൽ കേസ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 3.5 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ ചോദ്യം ചെയ്യലിനായി തീരദേശ ഓഫീസിലെത്തിയ ജി പൂങ്കുഴലിയുടെ അധ്യക്ഷതയിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. അവരുടെ ഓഫീസിലേക്ക് നേരത്തെ എത്തുമ്പോഴും അതിനുശേഷം ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മുകേഷ് തയ്യാറായിരുന്നില്ല. മാത്രമല്ല പോലീസ് അദ്ദേഹത്തിന് ഒരു കനത്ത ബന്ദോബസ്ത് ഒരുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ പോലും മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യത കാണുന്നില്ല. എന്നാലും വൈദ്യപരിശോധനയ്ക്ക് ശേഷം അതൊരു സ്വാഭാവിക നടപടിക്രമമാണ്. അതിനുശേഷം ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നത്. മരടിലെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഒപ്പം തന്നെ അമ്മയിൽ അംഗത്വം നേടണമെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമാകണമെന്നും ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയാണ് നടി നൽകിയത്. അതിന്മേലാണ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുന്നതും ബലാത്സംഗ കുറ്റമടക്കം മുകേഷിനെതിരെ ചുമത്തുന്നതും. പിന്നീട് കോടതിയെ സമീപിച്ച ശേഷം മുകേഷിന് ജാമ്യം ലഭിക്കുകയായിരുന്നു. എങ്കിലും മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം ഇപ്പോൾ ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിടുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. നിതിൻ സേവ്യർ ഉണ്ട്. നിതിൻ, എത്ര നേരമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ട് വൈദ്യപരിശോധന എന്നുള്ളത് അധികം സമയമെടുക്കുന്ന ഒരു നടപടിക്രമമല്ല എന്ന് മനസ്സിലാകുന്നു. മുകേഷ് ഏത് സമയവും പുറത്തേക്ക് വരാമല്ലേ? തീർച്ചയായും ജിൽസി, ഏകദേശം ഇപ്പോൾ മുകേഷിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിട്ട് ഏകദേശം 20 മിനിറ്റോളം ആയി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മുകേഷ് പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വൈദ്യപരിശോധന നടക്കുന്ന ആശുപത്രിയിലെ കോമ്പൗണ്ടിന് മുന്നിൽ തന്നെയാണ് മുകേഷിന് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്താനടക്കം ഇപ്പോൾ പോലീസ് ഡ്രൈവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ മുകേഷിന് അല്പസമയത്തിനകത്ത് തന്നെ മുകേഷ് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ വാർത്തകളിലേക്കും ദൃശ്യങ്ങളിലേക്കും വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ഇപ്പോൾ മുകേഷ് MLA വൈദ്യപരിശോധനയ്ക്ക് ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെയൊക്കെ ഉണ്ടായതുപോലെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ ചോദ്യങ്ങൾക്ക് മുഖം കൊടുക്കാനോ തയ്യാറാകാതെ മുകേഷ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുകേഷിനെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയിരുന്നത്. അവിടെ നിന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം മുകേഷ് ഇപ്പോൾ മടങ്ങുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ്. പതിവ് പോലെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നെങ്കിലും ക്യാമറയ്ക്ക് മുഖം നൽകാനോ മാധ്യമപ്രവർത്തകരോട് പ്രതികരണം നൽകാനോ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം സ്വന്തം കാറിൽ തന്നെ അദ്ദേഹം മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും മുകേഷ് MLA ഇപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മടങ്ങിയിരിക്കുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തരാം ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് അപ്ഡേറ്റ്സ്.